ചെറിയൊരു തട്ടൽ. അല്ല, എവിടുന്ന് എക്സിറ്റ് എടുക്കേണ്ട അറിയില്ല, മറ്റേ സ്ഥലം അറിയാം. ആ അപ്പോൾ രണ്ട് CBR 650, നമ്മുടെ GSXR, ഡയറ്റോണ, സ്ട്രീറ്റ് ട്രിപ്പിൾ, നിഞ്ച 1000 SX, ഇത്രയും വണ്ടികളുണ്ട് നമ്മളിവിടെ കേട്ടോ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇതാ ഇന്ന് സൺഡേ ആണ്, നമ്മളൊരു റൈഡ് പോകാനുള്ള പുറപ്പാടിലാണ്. ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ റൈഡ് കുറച്ച് ലോങ് ആണ്. കാരണം നമ്മൾ പോകുന്നത് ചെന്നൈ റൂട്ടിൽ ആമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഏകദേശം ആ ഒരു സ്ഥലം വരെ എത്തുന്നുണ്ട്. ആമ്പൂർ എത്തുന്നില്ല, അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ എത്തുന്നുണ്ട്. ഗേറ്റ് തുറന്നില്ല ഗൈസ്. അപ്പോൾ അറൗണ്ട് ഒരു 150 കിലോമീറ്റർ വൺ സൈഡ് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അറൗണ്ട് ഒരു 300 കിലോമീറ്റർ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. സമയം 6 മണി ആയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. തണുപ്പൊക്കെ ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 3 ആഴ്ച മുമ്പ് പോയപ്പോൾ ഉള്ള തണുപ്പൊന്നുമില്ല, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ. എന്നാലും തണുപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, തണുപ്പ് അത്യാവശ്യമുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് പെട്രോൾ അടിക്കണം. കാരണം എന്തായാലും 2 പ്രാവശ്യം നമ്മളിന്ന് പെട്രോൾ അടിക്കേണ്ടി വരും, എന്നത്തെ പറയാറില്ല. കാരണം അറൗണ്ട് 300 കിലോമീറ്റർ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ കോറമംഗല നെക്സസ് മാൾ. പണ്ട് ഇത് ഫോറൻ മാൾ എന്നായിരുന്നു, ഇപ്പോൾ നെക്സസ് മാൾ എന്നായി പേര്. ഏതായാലും നമുക്ക് പെട്രോൾ അടിക്കാം. ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് കുറഞ്ഞ ഒരു പരിപാടി നമുക്ക് പിന്നെ പറ്റില്ലല്ലോ. 95 ഫുൾ ടാങ്ക്. ಈ ಪಾಯಿಂಟ್ ಆಡ್ ಮಾಡಬೇಕು. ಅದು ಗೂಗಲ್ ಪೇಲಿ ಆಗುತ್ತಾ? ಹಾಂ. സോ ടാങ്ക് ഫില്ല് ചെയ്തു, നമുക്ക് പോവാം. 1445 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. 110 രൂപയാണ് ഇവിടെ നമ്മൾ 95 ഒക്ടേന്. അപ്പോൾ നമ്മൾ മീറ്റപ്പ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിസിറ്റിയാണ്. നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൃഷ്ണഗിരി കഴിഞ്ഞ് ചെന്നൈ റൂട്ട് കയറി നമ്മൾ ആമ്പൂരിനടുത്തുള്ള ഒരു സായി സംഗീത എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മടിവാള സിൽക്ക് ബോർഡ് ജംഗ്ഷൻ. ഇവിടെ എപ്പോഴും ഭയങ്കര ട്രാഫിക്കാണ്. നമുക്കിനി ഇലക്ട്രോണിസിറ്റി ടോളിൻ്റെ അങ്ങോട്ട് 2 വഴി പോവാം. ഒന്ന് ഫ്ലൈ ഓവർ കയറിയിട്ടും പോവാം, അല്ലാണ്ട് താഴെ കൂടെയും പോവാം. ഞാനത് കാണിച്ചു തരാം ഇവിടുന്ന് ഫ്ലൈ ഓവർ തുടങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫ്ലൈ ഓവറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ടോൾ എടുക്കണം, പക്ഷെ അവിടെ നേരത്തെ എത്താൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കുറേ 2 വീലേഴ്സ് കാണും. അപ്പോൾ 2 വീലേഴ്സിന് ടോൾ എടുക്കുന്ന അവിടെ വലിയൊരു ക്യൂ തന്നെ കാണും. അപ്പോൾ നമ്മളിവിടുന്ന് ചാടി പിടിച്ച് ഇതിലങ്ങ് നേരത്തെ അവിടെ എത്തിയിട്ട് അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. അപ്പം വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സാവധാനം ഇങ്ങനെ താഴെക്കൂടെ അങ്ങനെ പോകാം. കാരണം ഈ സമയത്ത് വല്ലാണ്ട് അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഒരു വിശ്വാസം. പോയി നോക്കാം. അതിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തും. പക്ഷെ എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാറിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കഴിച്ചത്. അവർക്ക് മറ്റേ ഫാസ്റ്റാഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റുമല്ലോ. ഈ സ്കൂട്ടറും ബൈക്കിനും ഇതിനൊന്നും ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്യൂ നിന്നിട്ടാണ് ടോൾ അടിക്കുന്ന പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാ ഫ്ലൈ ഓവർ എവിടെയാണ് അവസാനിക്കുന്നത്? ഈ മോളിൽ കൂടെ പോകുന്നത് കണ്ടോ? നമ്മളിവിടെ അധികം ലാഗൊന്നും ഇല്ലാണ്ട് അല്ല ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് സിഗ്നലൊന്നും കിട്ടിയില്ല. ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതല്ല പ്രശ്നം, ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം 6:30 നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ 6:19 കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ബൈക്കിന് ഞാൻ വരാത്ത എന്തുകൊണ്ടാണെന്നുള്ളത്. എനിക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ വലത്തെ സൈഡിലോട്ട് നോക്കി നോക്കേ. നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ക്യൂ നോക്കണം. അതും ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ 1.5 ക്യൂവാ. ഇപ്പോൾ വലിയ വണ്ടി കാണുന്നില്ല. സോ എല്ലാവരും വരട്ടെ. എല്ലാവരും വന്നിട്ട് നമുക്ക് പോവാം. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട്. 2 വണ്ടി നമ്മളെ ഫ്രണ്ടിലുണ്ട്. 2 CBR 650, നിഞ്ച 1000, ഡേറ്റോണ സ്ട്രീറ്റ് ട്രിപ്പിൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിന് അപ്പുറത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം അതുവരെയുള്ള വെറുതെ വീഡിയോ എടുത്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതുപോലെ മറ്റേ മെമ്മറി കാർഡ് വെറുതെ ഫില്ല് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിനി മറ്റേ കൃഷ്ണഗിരി ടോളുണ്ട്, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അതുവരെയുള്ള എന്തായാലും ഇപ്പോൾ അതുവരെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നതാണ് സെയിം സ്ഥലം, സെയിം സ്പോട്ട് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ വെറുതെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മളങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണഗിരി ടോളിലെത്തിയിട്ടുണ്ട്. എറൗണ്ട് ഒരു 80 ഇൻ ബിറ്റ്വീൻ 70 and 80 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഹോൾട്ട് ചെയ്യും. ഇവിടെ നിന്നാണ് ഇനി നമ്മളുടെ വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. കാരണം ഇത്രയും നേരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിച്ചും കണ്ടും ഒക്കെ ഉള്ളൊരു ഫൂട്ടേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യായിരുന്നത്. നമുക്കിവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഏതൊക്കെ വണ്ടി ഉണ്ടുള്ളത്, ഏതൊക്കെ വണ്ടികളാണ് ഉള്ളതെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പോവാം. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള എനിക്കറിയില്ല. അല്ല, എവിടുന്ന് എക്സിറ്റ് എടുക്കേണ്ട അറിയില്ല. മറ്റേ സ്ഥലം അറിയാം. അപ്പോൾ 2 CBR 650, നമ്മുടെ GSXR, ഡയറ്റോണ സ്ട്രീറ്റ് ട്രിപ്പിൾ, നിഞ്ച 1000 SX, ഇത്രയും വണ്ടികളുണ്ട് നമ്മളിവിടെ കേട്ടോ. ഞാൻ നേരത്തെ തുടങ്ങുമ്പം ഇത്രയും വണ്ടികൾ നമ്മളെ GSXR ഉണ്ടായിരുന്നില്ല, അതേപോലെ നിഞ്ച 1000 XS ഉണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിപ്പം ഉള്ള സ്ഥലം കൃഷ്ണഗിരി ബോർഡ് കണ്ടില്ലേ, കൃഷ്ണഗിരിയാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് എക്സിറ്റ് എടുത്ത്
നമ്മൾ ചെന്നൈ റോഡിലാണ് പോകുന്നത്. ചെന്നൈ റോഡിൽ ആമ്പൂർ എന്ന് പറയുന്നൊരു, ഈ ആമ്പൂർ ബിരിയാണി കേട്ടില്ല ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ട് എത്തുന്നില്ല. അതിന് മുമ്പ് നമുക്കൊരു സായി സംഗീതം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. സോ നമ്മൾ മൊത്തം 7 വണ്ടികളുണ്ട്. അതിൽ GSXR 1000 വരുന്നുണ്ട്, നമ്മുടെ ഫയർ ബ്ലേഡ് ഓഫ്കോഴ്സ്, പിന്നെ ഡയറ്റോണ 675R, 2 CBR 650R, ഒരു സ്ട്രീറ്റ് ട്രിപ്പിൾ, പിന്നെ നിഞ്ച 1000 SX. ഇത്രയാണ് നമ്മൾ കൂടെ ഇന്ന് റൈഡുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ചെന്നൈ റോഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ചെന്നൈ റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൻ റോഡാണ്. ട്രാഫിക്കും തീരെയില്ല, അതുപോലെ ഈ ട്രക്കുകളും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതല്ല സ്ഥലം, നല്ല പൊളിക്കാൻ പറ്റുന്ന ഒരു റോഡാണത്. അപ്പോൾ അത് അങ്ങോട്ട് എക്സിറ്റ് എങ്ങോട്ടാണെന്നുള്ളത്, എവിടെ നിന്നാണെന്നുള്ളതാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡാണത്, പൊളിക്കാൻ പറ്റിയ റോഡാണ്. അപ്പം ആ റോഡ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരമൊന്നും കാണത്തില്ല. പിന്നെ ചിലർ എൻ്റെ കഴിഞ്ഞ 1-2 വീടിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ മീറ്റർ കൺസോൾ കാണിക്കുക, നമ്മൾ സ്പീഡ് കാണാൻ വേണ്ടിയാണ് വരുന്നതെന്നൊക്കെ. പക്ഷേ അത് വലിയ സുഖം നമുക്കുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം ഒന്നാമത് പോലീസ് ഭയങ്കര സീനാണ്. കർണാടക അല്ലാത്ത എല്ലാ വണ്ടികളും സീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 ആഴ്ച മുമ്പ് കുറേ സൂപ്പർ കാർസ് സീസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ബൈക്സാണ് ഇനി അടുത്ത അവരുടെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇവിടെ പിന്നെ 100ൻ്റെ മുകളിൽ പോയ ഫൈൻ, 130ൻ്റെ മുകളിൽ പോയാൽ ഇതുമാണ് എന്ത്, FIR ഇടും അവർ. അപ്പം FIR ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിലരുടെ മൈൻഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ വണ്ടി സീസ് ചെയ്യും, ചിലപ്പോൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഇന്നലെ എനിക്കറിയാൻ പറ്റിയ നമ്മളുടെ ഒരു റൈഡർ ഇതേപോലെ വണ്ടി സീസ് ചെയ്തെടുത്തുണ്ടായി. പക്ഷേ ലൈസൻസ് RC കൊടുത്തു, പക്ഷേ ലൈസൻസ് പുള്ളിയുടെ 2025 വരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കാട്ടിയിട്ടാണ് എന്ത് കാണിച്ചിട്ടാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ചെന്നൈ റോഡിലോട്ട് കയറിയിട്ടുണ്ട്, എക്സിറ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു ആക്സിഡൻ്റ് ആണല്ലോ, ചെറിയൊരു തട്ടൽ. നമുക്ക് പോവാം. അത് നമ്മളെ കൂട്ടത്തിലുള്ളതല്ല, അവരുടെ ഒരു 1-2 ഫ്രണ്ടുകാരോ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ടൈം. നമുക്ക് ഒരുപാട് ദൂരം പോകണ്ട, ഏകദേശം ഒരു 10-60-70 കിലോമീറ്റർ എന്തോ ഇവിടുന്ന് അങ്ങോട്ട് ദൂരം വരുന്നുണ്ട്. നല്ല ക്ലീൻ റോഡാണ്. നമ്മളിതാ കയറുന്നു. യെസ്, ഹൈവേ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോഴും വരച്ചിട്ടില്ലല്ലോ. നമ്മളൊരു 2 മാസം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു. ചില സ്ഥലത്ത് ഇവിടെ ഒന്നും എന്തായിട്ടില്ല. ഫോണിലേക്ക് GSXR ഇവിടെ ഒന്നും ലൈന് വരച്ചിട്ടില്ല. ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്. ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി.
ഞങ്ങളിത് 1-2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് ഇപ്പോഴും വലിയ ധാരണയില്ല. ഏതായാലും കഴിഞ്ഞിട്ടൊന്നുമില്ല, പോയോക്കാം. സോ ഇതാണ് അപ്പോൾ നമ്മുടെ സായ് സംഗീത് റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഫൈനലി. സോ ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഏഴ് അവിടെ പോയി നിർത്താൻ